ശോഭേ ഷോ അവളിതെവിടെ പോയി? പെറ്റണിറ്റ് പോയാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലേ. വരുന്നല്ലോ പെൻഗിൻ. വാ 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 വാ. ഓറഞ്ച് ഉണ്ട്, മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട്, പഴമുണ്ട്, എല്ലാം ഉണ്ട് നിനക്ക്. എനിക്കിതൊന്നും വേണ്ട ചേട്ടാ. എടി ഇത് നിനക്കല്ല, നിനക്കെന്തെങ്കിലും ടെൻഷൻ വന്നാ എനിക്ക് തിന്നാനാ. എവിടെ പോയി തുള്ളിച്ചാടി? രക്തം ടേസ്റ്റ് ചെയ്യാൻ പോയതാ. അയ്യോ ഡി ടേസ്റ്റ് അല്ല ടെസ്റ്റ്. ദൈവത്തോർത്ത് നീ ഇംഗ്ലീഷ് സംസാരിക്കല്ലേ. ഓ നമുക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കുറഞ്ഞു പോയേ. അയ്യോ ഇത് കുറവല്ല, ഇത്തിരി കൂടിപ്പോയി. സപ്ലോസ് എന്നുവെച്ചാ ഒരു പസ്സേ. അയ്യോ ദൈവമേ, മലയാളവും വഴി കിടക്കുവാന്നല്ലോ. മനുഷ്യ, ഒരു കാര്യം പറഞ്ഞേക്കാം. നല്ല ഒരു ജോലി കളഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത്. ഒരു മാസം കൂടെ ഞാൻ അവിടെ നിന്നായിരുന്നെങ്കിലേ എന്നെ പ്രഗ്നന്റ് ആക്കാന്നാ മുതലാളി പറഞ്ഞത്. സ്ഥിരപ്പെടുത്താന്ന്. ഇടി പെർമനന്റ്. നീ ആവശ്യത്തെ കാര്യം കേറി പറയല്ലേ. കൂൾ 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 കൂൾ. താഴ്വ അവിടെ നില്ല്. ഞാൻ ഫ്ലാസ്കിങ് എടുത്തേ. ഇതാ എന്നാ ചേട്ടൻ വരുമ്പളേ ആ തിയേറ്ററിന്റെ അവിടെ ചെല്ലണമെന്ന് സിസ്റ്റർ പറഞ്ഞിട്ട് പോയി. അതെങ്ങനെയാടി? എടി സ്വന്തം ഭാര്യ പ്രസവിക്കാൻ കിടക്കാൻ നേരത്ത് എങ്ങനെയാടി വേറൊരു സ്ത്രീയായിട്ട് സിനിമയ്ക്ക് പോണേ? അത് മോശമല്ലേ അടി? അയ്യോ മനുഷ്യന്റെ ഒരു ആഗ്രഹം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ അവിടെ ചെല്ലണമെന്നാ പറഞ്ഞത്. അത് ശരി, അതൊക്കെ ഞാൻ പിന്നെ പോവാം. എന്റെ കുഞ്ഞെവിടെ? ചാച്ചുവാ. ചാച്ചു ആണോടാ? മാമന്റെ പുത്തേ, മാമന്റെ പൊന്നേ. മനുഷ്യ, നിങ്ങൾ ഈ കുഞ്ഞിന്റെ മാമനാണോ? കുഞ്ഞിന്റെ തന്തയല്ലയോ? എടി അതവൻ ഇപ്പൊ അറിയത്തില്ലല്ലോ. അപ്പൊ പുറത്തു വന്ന് എന്നെ കാണുമ്പോ അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അയ്യോ ഒരു സർപ്രൈസ്. എന്റെ ദൈവമേ, ഞാൻ പ്രസവിക്കുന്ന ഡ്രിങ്ക്സ് ആയിരിക്കണേ. ഇരട്ട കുട്ടികള്. എടി ടിൻസ്. എന്റെ മതാമേ, മലയാളം മതി, എന്റെ ഇംഗ്ലീഷ് പടയല്ലേ. പിണങ്ങിയോ? ഞാൻ പിണങ്ങി. പിണങ്ങുമ്പോ ചേട്ടന്റെ മുഖം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ? ഞാൻ ഒരു കാര്യം പറഞ്ഞ് സഹായിച്ചു തരുവോ? നീ പറ. എനിക്കൊരു മസാല ദോശ മേടിച്ചു തരുവോ? ഫാസ്റ്റ്. എടി നീ പ്രസവിക്കാൻ വന്നത് പോറ്റി ഹോട്ടലിലല്ല, സർക്കാർ ആശുപത്രിയില്ല, അറിയോ? അന്ന് എനിക്ക് മസാല ദോശ വേണ്ട. നമ്മുടെ കുഞ്ഞിനെ ചോറൂണിന് നമ്മൾ എവിടാ പോന്നേ? അത് നീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറ. നമുക്കേ രഹന ഹോട്ടലിൽ പോയാലോ? അവിടെ ആകുമ്പോ നല്ല മട്ടൻ ബിരിയാണി കിട്ടും. മാക്ക തട്ടാൻ പോവാം. അയ്യോ കിഴങ്ങറി കൂട്ടരുത്, അത് ഗ്യാസാണ്. ദൈവമേ, ഇത് ആരോട് പറയാൻ? എവളാരുവാ? ചേട്ടാ. ഓ നമുക്ക് ജനിക്കുന്ന കുഞ്ഞേ ചേട്ടന്റെ വീട്ടിൽ ഇരിക്കണോ അത് എന്നെ പോലെ ഇരിക്കണോ? ഇരിക്കുന്നെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പ്രദീപിനെ പോലെ ഇരിക്കണം. എന്നാ ഗ്ലാമറാടി. അതിപ്പോഴാന്നോ പറയുന്നേ? ആദ്യം ജനിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിലോ? ആണാണെങ്കിൽ എന്റെ പെങ്ങടെ മോളെ കൊണ്ട് അവളെ ഞാൻ കെട്ടിക്കും. പെണ്ണാണെങ്കിലോ? നിന്റെ ആങ്ങളെടുത്ത് പറയണ അവന്റെ മോനെ മര്യാദക്ക് വളർത്താൻ. എന്റെ മോളുടെ പുറവേങ്ങാണ്ട് നടന്ന അവന്റെ മുട്ടുകാൽ ഞാൻ തല്ലുപിടിക്കും. ബ്ലഡി ഫുൾ. ഇതൊക്കെ കേൾക്കുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. എങ്കിൽ എനിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അതാ എനിക്ക് കേക്കണ്ടേ. ഇങ്ങോട്ടിരി. പിന്നെ ഒരു പ്രസവത്തിന് നമ്മുടെ സർക്കാരെ 2000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് എനിക്ക് മാസം പ്രസവിക്കാൻ പറ്റും. എന്നാടി കേൾക്കുമ്പോ എനിക്ക് പെരുത്ത് കയറി വരുവാ. എടി നിനക്കൊരു മാസ വരുമാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നീ ഒരു കാര്യം ആലോചിക്കണം. 1 രൂപ പോലും സ്ത്രീധനം വാങ്ങാതെയാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചറിയോ? അതെന്തായാലും നന്നായി. സ്ത്രീധനം വാരിക്കോരി കൊടുത്തവരൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുക. അതൊക്കെ എനിക്കറിയാം. എനിക്ക് പൊന്നും ഒന്നും വേണ്ട. നിന്നെ ഞാനേ പൊന്നുപോലെ നോക്കും. പൊന്നുപോലെ നോക്കണമെങ്കിൽ ചേട്ടൻ മേലിറങ്ങി പണിക്ക് പോകണം. ഇതാന്നിട്ട് ഞാൻ സംസാരിക്കാത്തത്. കാരണത്തിനൊന്നും പറയുന്നില്ല. 1 മാസം കൂടെ കഴിയുമ്പോഴേ കുഞ്ഞിന് പോളിയോ കൊടുക്കണം. അവന് ബോളിയോ ബോണ്ടയോ എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ജനിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ എന്നെ നോക്കി അച്ഛാ എന്ന് വിളിക്കണം. അത് നടക്കത്തില്ല. അതെന്നാ? 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞ് സംസാരിക്കത്തില്ല മനുഷ്യ. എന്റെ ദൈവമേ, ശാപം കിട്ടിയ ജന്മമാണല്ലോ എന്റെ. ഇതെന്താണ് ഈ നേരത്തെ പറയാഞ്ഞത്? വീട്ടിതാ ഇത്തിപ്പോലും വയമ്പുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് എന്റെ തത്തയ്ക്ക് കൊടുത്ത്. ആ തത്ത രാവിലെ എന്നെ തന്തയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കുഞ്ഞിന് കൊടുത്ത് അവനെ അച്ഛന്ന് വിളിപ്പിച്ചേനെ. പേടിക്കണ്ടടി.
എത്ര ലക്ഷം മുടക്കിയാലും ശരി തന്നെ അവനെ ഞാൻ അമേരിക്ക കൊണ്ടുപോയി ഞാൻ ചികിത്സിക്കും. ഇളി കിടക്കുന്ന കറുത്ത ചരട് വിറ്റ് കഴിഞ്ഞാൽ അമേരിക്ക പോകാൻ പറ്റുമോ? അതില്ല, അതാ പറഞ്ഞ പണിക്ക് പോണോന്ന്. എനിക്ക് പോകാൻ പറ്റത്തില്ലടി. ഒരു കാര്യം ചെയ്, സിസ്റ്റർ പറഞ്ഞില്ലേ മറ്റേ ഓപ്പറേഷൻ തിയേറ്റർ എവിടാ? അത് പടിഞ്ഞാറ് എന്നിട്ട് കിഴക്കോട്ട് പോകും. അയ്യോ, സൂര്യൻ ഉദിക്കുന്ന സ്ഥലമല്ല ചോദിച്ചത്, സിസ്റ്റർ നിൽക്കുന്ന സ്ഥലമാണ് ഞാൻ ചോദിച്ചത്. ഒന്നും മനുഷ്യൻ നേരെ ചെന്നിട്ട് വലത്തോട്ട് പോവാൻ. അങ്ങനെ ഇതാ വരുന്നേ. അതെ, ഇവിടെ നിന്ന് കറങ്ങാൻ പണിക്ക് വല്ലതും പോകാൻ നോക്കണം കേട്ടോ. എടി, നാളെ നിന്റെ പ്രസവം അല്ലേ? അതിന് എനിക്ക് കുഞ്ഞിനെ നോക്കണ്ടേ? ചെലവിന് പൈസ വേണ്ടേ മനുഷ്യ? അല്ല, അത് വേണം. അതാ പറഞ്ഞ പണിക്ക് പോവാൻ. അത് പിന്നെ എങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്തുവാ? ഞാൻ കുഞ്ഞിനെ നോക്കാം, നിനക്കെന്താ പണിക്ക് പോക്കാല്?